ഹലോ. ഇങ്ങനെ നമ്മള് ഹലോ ഗൈസ് എന്ന് പറയുന്നേ. കൈ വെച്ച് കാണിക്കുന്നത് ഇങ്ങനെ ഹലോ ഗൈസ് കാണിക്കുന്നേ. റെഡി ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എവിടെയോ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. യെസ്, നമ്മളൊരു യാത്ര പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. വേറെ എങ്ങോട്ടുമല്ല, ജാച്ചിൽ നിന്ന് തിരിച്ച് സൗദിക്ക് പോവാം. അപ്പം എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങാൻ പോകുന്ന കുറച്ച് സീൻസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനപ്പോഴേക്കും വണ്ടിയൊക്കെ എടുത്തിട്ട് ഇറക്കിയിടുന്നുണ്ട്. ഈ ലഗേജസൊക്കെ കയറ്റി എല്ലാവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് പതിയെ അങ്ങ് പോകാമല്ലോ. അപ്പോൾ അതിൻ്റെ ലഗേജസൊക്കെ എടുത്ത് വണ്ടിയിൽ വെക്കുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് നിന്നാണ് കേട്ടോ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് അറൗണ്ട് 1.25 മണിക്കൂറോളം ഉണ്ട് ട്രാവൽ. അപ്പോൾ എല്ലാവരുടെ അടുത്തു നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് പതിയെ ഇറങ്ങുകയാണ്. പതുക്കെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു, റഷൊന്നും ആവണ്ടല്ലോ. അപ്പോഴത്തേക്ക് ഞാനും അലീലയും കാറിലിരുന്നു. അപ്പോൾ അവർ യാത്രയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാവരുടെ യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ അജിത വരികയാണ്, ഹായൊക്കെ പറഞ്ഞ് വരിക കേട്ടോ. അങ്ങനെ ഇസു ബേബി ഫുൾ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, പപ്പ പോകുന്നതിനകത്ത് നിനക്ക് സങ്കടമൊന്നും ഇല്ലയോ എന്ന്. അപ്പോൾ അവളുടെ വിചാരം നമ്മളെവിടെ യാത്ര പോകുകയെന്ന് കേട്ടോ. അങ്ങനെ വീണ്ടും അടുത്ത വെക്കേഷൻ എല്ലാവരെയും കാണാമെന്ന് പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ജാച്ചൻ അങ്ങനെ കാറിൽ കയറി നമ്മളങ്ങനെ ഇറങ്ങി. ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എവിടെ പോവാണ് ഗൈസ്. പറയും, നമ്മുടെ ജാച്ചനെ തിരിച്ച് ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എൻ്റെ വ്ളോഗുകളിൽ ഒരുപാട് ആൾക്കാരെ നമ്മൾ എയർപോർട്ടിൽ കൊണ്ടുവിടുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച പോലെ വെക്കേഷൻ വരുന്നവരെല്ലാം നമ്മൾ തിരിച്ചു കൊണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഇത് നെക്സ്റ്റ് സെക്ഷനാണ്. അപ്പോൾ ഞങ്ങൾ ഈസ്റ്ററിൻ്റെ വ്ളോഗ് നിങ്ങൾ കണ്ടു കാണും. നമ്മളെല്ലാവരും അന്ന് യാത്ര ചെയ്തത്. വീണ്ടും ഞങ്ങൾ ഒന്നും കൂടി ഒന്നിക്കുകയാണ് ഗൈസ്. യെസ്, ഇത് കുഞ്ഞിസാണോ ഇത്? അപ്പൊ ഞങ്ങൾ വേണ്ട ജസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി പോകുന്നതൊക്കെ ആയിരിക്കും ഈ ഒരു വീട്ടിൽ വന്നിട്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കും ഈ ഒരു വീട്ടിൽ വന്നിട്ട്. അപ്പൊ ഇനി പോകുന്ന വഴി കാണാം. ഇപ്പോൾ ഫുൾ ഉത്സവങ്ങളുടെ സീസൺ ആണല്ലോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഫ്ലോട്ട് ക്രോസ് ചെയ്യുന്ന സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഈ ഫ്ലോട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ തെക്കൻ കേരളത്തിൽ മാത്രമേ ഉത്സവങ്ങൾക്ക് ഫ്ലോട്ട് ഡെക്കറേഷൻ ഉള്ളതെന്നുള്ളത് ഞാൻ ഗുരുവായൂർ ഉത്സവത്തിന് പോയപ്പോൾ കേട്ടോ മനസ്സിലായത്. അപ്പോൾ അതാണ്. ഇസു ബേബി നല്ല ഉറക്കമായി. കുറച്ച് നേരം ആയപ്പോഴത്തേക്ക് ആളങ്ങ് ഉറങ്ങി. ആദ്യം നല്ല ആക്റ്റീവായിട്ട് ചാടിത്തുള്ളിയൊക്കെ നിന്നെയാണ്, പിന്നെ നല്ലതായിട്ട് അങ്ങ് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഒരു ഈവനിങ് ടൈമിലാണ് നമ്മൾ പോകുന്നത്. നല്ലൊരു സണ്ണിൻ്റെ വെട്ടുള്ള ടൈമിലാണ് നമ്മൾ പോകുന്നത്. അപ്പം എല്ലാ വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് യാത്ര പോയതിൻ്റെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പയ്യെ സ്ലോലി എൻജോയ് ചെയ്ത് പോകുമായിരുന്നു. നമ്മളങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. ചായ, നിങ്ങൾക്ക് ചായ വേണ്ട ബൂസ്റ്റ് ആണോ വേണ്ടത്? യെസ്, ഈ ഗൈസിന് ചായ മതി, ഞങ്ങൾക്ക് ബൂസ്റ്റ് മതി. അപ്പോൾ അതാണ് ഞങ്ങൾ ആ കടയുടെ ഫ്രണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി പോയി ബൂസ്റ്റ് കുടിക്കാം. അപ്പോൾ അതേണ്ട കടയിലോട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ട്രാച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബൂസ്റ്റ് കുടിക്കാം. സൺസെറ്റ് ആവുന്നുണ്ട് അല്ലേ, നല്ല ഭംഗിയുണ്ട് വെട്ടം. നിനക്കെന്താ വേണ്ടോ? അങ്ങനെ ഞങ്ങൾ ചായയും പഴംപൊരി എല്ലാം കഴിച്ചു കഴിഞ്ഞു. കഴിക്കുന്നതിൻ്റെ വീട് നമുക്ക് പറ്റിയില്ല, കാരണം കയ്യിലെല്ലാം എണ്ണയായിരുന്നു, ചൂടായിരുന്നു. ചായ കുടിക്കുന്നു. ഞങ്ങൾ ബൂസ്റ്റായിരുന്നു, ഇവർ രണ്ടും ചായ. ഞങ്ങൾ വേണ്ട തിരിച്ചു പോവാണ് ഗൈസ്. തിരിച്ചു പോവല്ല മീൻസ് ഇനി നമ്മൾ എയർപോർട്ടിലോട്ട് പോവാണ് ഗൈസ്. ഞങ്ങളങ്ങനെ എത്തി. ഇവിടെ വൻ ബ്ലോക്ക് കാരണം ഇവിടെ പെട്ട് കിടക്കുകയാണ്. ഈ ബ്ലോക്ക് ഒന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കയറാൻ എയർപോർട്ടിലോട്ട്. അതാണ് ഇപ്പോഴത്തെ സീൻ. അപ്പൊ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ജാച്ചിനെ പറഞ്ഞു വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. ജാച്ചൻ അവിടെ ലഗേജ് ഒക്കെ എടുക്കാൻ വേണ്ടി പോയേക്കുവാണ്. അജിനാടെ എല്ലാം എടുത്തു വെക്കുന്നുണ്ട്. സോ അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പം കുറച്ച് സമയങ്ങളും ഉണ്ട്. ജാച്ചനെ വിട്ടിട്ട് ഞങ്ങൾ ഇവിടെ നേരെ കറങ്ങാൻ വേണ്ടി പോവായിരിക്കും. അതാ എനിക്ക് നല്ല വിഷമമുണ്ടെന്ന്, കുറച്ച് വിഷമം. ഒരു മിക്സഡ് ഇമോഷൻ ആണല്ലോ എപ്പോഴും എയർപോർട്ടിൽ വരുമ്പോഴും പോകുമ്പോഴും എല്ലാം. സോ അടുത്ത വെക്കേഷൻ നമ്മൾ വെയിറ്റിംഗ് ആയിരിക്കും. ജാച്ചിന് സന്ദർഭത്തിൽ എന്താണ് പറയാനുള്ളത്? അടുത്ത വെക്കേഷൻ നമുക്ക് അടിച്ചു പൊളിക്കാം. ടെൻഷനായിട്ട് സന്ദർഭങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. അല്ല, ഇന്നു മുതൽ ജാച്ചൻ അൽ ജിജോ. കേരളത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അല്ലാണ് നമ്മള്. അത് അൽ ജിജോ ബാക്ക് ടു സൗദി. അങ്ങനെ ജാച്ചനാണ് എല്ലാവരുടെ അടുത്തും ബബായൊക്കെ പറഞ്ഞിട്ട് ഉള്ളോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാർ ലീവൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പം വേറൊരു ഫീലിംഗ് അല്ലേ. എനിക്ക് എക്സാക്ട്ലി ആ ഒരു മൊമെൻറ്റ് അച്ഛൻ ലീവിന് വന്നിട്ട് പോകുമ്പം ഉള്ള ആ ഒരു ഫീലിംഗായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് ആലോചിച്ചത് പെട്ടെന്ന്. അവരിങ്ങനെ വരുമ്പോൾ നമുക്കുള്ള ആ ഒരു ത്രില്ലും പോകുമ്പോഴുള്ള ആ ഒരു വിഷമവും
അതെപ്പോഴും ഈ ഒരു പുറത്ത് താമസിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഫാമിലിയിലുള്ള ഒരു സംഭവമല്ലേ. അങ്ങനെ ജാച്ചൻ നല്ല സന്തോഷമായിട്ട് ബൈക്കൊക്കെ പറഞ്ഞ് പോവുകയാണ്. ഞങ്ങളങ്ങനെ ജാച്ചനുള്ളിലോട്ട് കയറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് വെളിയിലിങ്ങനെ പോകുന്നവരെ നോക്കി നിൽക്കുമായിരുന്നു. എല്ലാവരും വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു. സോ ഞാൻ ജാച്ചൻ ഉള്ളിൽ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വെക്കേഷനിൽ കാണുന്നവരെ കാത്തിരിക്കാം. ഇനി നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? ലുല്ലിൽ പോകണം. ലുല്ലിൽ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം, എന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാം. സോ ഗൈസ് കമോൺ. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ഇറങ്ങുവാണ്. അജിനാട് ഇസുവിനെ കാണിച്ചുകൊണ്ടിരിക്കുക ജാച്ചനെ കണ്ടോ. അപ്പം നമ്മൾ രണ്ടുപിടുന്ന് ഇറങ്ങുവാണ് ഗൈസ്. ഞങ്ങളിവിടെ എയർപോർട്ടിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് അലീന പറഞ്ഞാൽ ഈ ഐ ലവ് തിരുവനന്തപുരം എന്നുള്ള ഈ ഒരു ഭാഗത്തൊരു ഷോട്ട് എടുക്കണം, നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പോൾ ഓക്കെ ബോസ്, ഞാൻ എടുത്തിട്ടുണ്ട് ആ ഷോട്ട്. സോ നമ്മൾ വേണ്ട അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അതിന് നേരെ ഫ്രണ്ടിൽ ഇസു ബേബീനെയും പിടിച്ചിട്ട് പോകുന്നുണ്ട്. ഞങ്ങളിനി നേരെ പോകുന്ന ലുലു മോളിലോട്ടാണ്. അപ്പം നമ്മൾ മോളിലൊന്ന് കയറി ഒന്ന് കറങ്ങി കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇപ്പം ഇന്ന് പെരുന്നാൾ, അതായത് ഞങ്ങൾ ചെന്ന അന്ന് പെരുന്നാളായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് പാർക്ക് ചെയ്യാൻ അവസരം കിട്ടിയത്. പാർക്ക് ചെയ്യാൻ കിട്ടിയ അവസരം എന്ന് വെച്ചാൽ 5ാമത്തെ ഫ്ലോറിലാണ്. അപ്പോൾ ട്രിവാൻഡ്രം ലുലു മോളിൽ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും, നമുക്കിങ്ങനെ പാർക്കിംഗ് മുകളിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോ ഫ്ലോർ കയറി പോകുമ്പോൾ നമുക്കിങ്ങനെ എക്സൈറ്റിംഗ് ആവും, ഓ അടിപൊളിയാണല്ലോ എന്നുള്ളത്. അപ്പോൾ 5ാമത്തെ ഫ്ലോറിലാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തത്. നമ്മളങ്ങനെ നേരെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഉള്ളോട്ട് പോവാണ് മോളിൻ്റെ. സോ കമോൺ ഇസു എന്തേ ഇസു. അപ്പോൾ ഞങ്ങൾ ഉള്ളോട്ട് പോട്ടെ. നമ്മളങ്ങനെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. പക്ഷെ തിരക്കുണ്ട് ഹൈപ്പർ മാർക്കറ്റിലെ, നല്ല തിരക്കുണ്ടല്ലോ ഇവിടെ, വെരി തിരക്കാണ് ഗൈസ്. നമ്മളങ്ങനെ ഉള്ളോട്ട് കയറാൻ പോവുകയാണ്. അതിന് വേണ്ട ഇസുവിനെ ഒന്ന് സേഫ് ആക്കി ഇരുത്താൻ വേണ്ടി ട്രോളിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളോട്ട് പതുക്കെ പോട്ടെ. ഇസുവിനെ ഇരുത്ത്. ഇസുവിനെ നമ്മളിരുത്തി. ഓക്കെ സേഫ്. ഇസുവിനെ സേഫ് ആക്കി ഇരുത്തി. നല്ല തിരക്ക്, ഇന്ന് പെരുന്നാളും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. സൂപ്പർ മാർക്കറ്റ് ഫുൾ. വിഷുക്കണി വരും കേട്ടോ. കമാൺ. മെലഡി ഇത്ര ചോക്ലേറ്റ് ആയത് എന്താ ഇസു? വാങ്ങിച്ചാണോ? കാണിച്ചേ. സൂപ്പർ. എങ്ങനെ? ഇത് മതിയോ? എടുത്തെന്നോ വിചാരിച്ചോ? ഇത് തിരിച്ചു വെക്കാം. വീഡിയോക്ക് വേണ്ടി മാത്രം തന്ന ഗിഫ്റ്റാ. എനിക്കിതാണ്ട് ഈ ഒരു ഐറ്റം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ. പക്ഷേ അതിനെടുക്കണ്ടെന്ന് പറഞ്ഞു. ഇവിടെ കുറേ നല്ല ഐറ്റംസ് ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിലോട്ട് വരാൻ പറ്റത്തില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ്? നൈസ് വൺ. ഇവിടെ വേറെ ഉണ്ട്. ഇത് വേണ്ട. നമ്മുടെ കഴിഞ്ഞ വ്ളോഗിലും ലുലുമോൾ ഉണ്ടായിരുന്നു. അത് എറണാകുളം ആണെങ്കിൽ ഇത് ട്രിവാൻഡ്രം ആണ്. ഞങ്ങൾ പ്ലാൻഡ് ആക്കി ചെയ്തതല്ല. നിങ്ങളെല്ലാം നമുക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ കയറുവാണ്. ഒന്നും വാങ്ങിക്കാനില്ല. നമ്മളിങ്ങനെ എല്ലാ സെക്ഷനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തെടുത്ത് പോവുകയാണ്. സോ അതാണ് ഞങ്ങളിങ്ങനെ പോവുകയാണ്. വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് പോകും. അപ്പോൾ ഇതാണ്ട് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സൈഡിൽ വന്നിട്ടുണ്ട്. കുറേ ഫ്രൂട്ട്സ് ബാക്കിൽ. ഓപ്പൺ ചെയ്യും. ബൈ. അവള് ശരിക്കും ചാറ്റൊക്കെ തരുന്നു. റെസിപ്പി എവിടെ നിൽക്കുക?
ഇപ്പൊ ഇറങ്ങാണ്ട് ബില്ലടിക്കാൻ പോവാ. ഞങ്ങൾ അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന്റെ തിരക്കിലാണ്. അതെ ബില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അങ്ങനെയാണ് ബില്ലിങ്ങിൽ നിൽക്കുവാണ്. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ലുലു ഫാഷനിൽ കയറണം അല്ലയോ? ഫാഷൻ സ്റ്റോറിൽ 2 അതാ പില്ലോ നോക്കാനുണ്ട്. അപ്പൊ അതെല്ലാം എടുത്തു കഴിഞ്ഞ് ഞങ്ങള് ബാക്ക് ടു ഹോം. ഓക്കെ, ബില്ലടിക്കാൻ പോയപ്പോ നമ്മുടെ അരിയിലേക്ക് ഒരു ഷാമ്പു നോക്കാൻ തോന്നിയാണ് വന്നതാണ്. അവൾ ലോറിയൽ പാരീസിന്റെ ഫാനാണ് ഗൈസ്. ഇതാണ് ഈ മുടിയുടെ രഹസ്യം അല്ലേ? എന്നാ എടുത്തെടുത്ത് നമുക്ക് വേഗം കൊണ്ട് കൊടുക്കാം. അതിനിപ്പോ ബില്ലിങ് നിൽക്കുക. കമോൺ, ഞാൻ സ്പീഡിൽ പോകാൻ പോവാ. മുമ്പോട്ട് പോണ്ടായോ? ലിപ്സ്റ്റിക്ക് വേണോ? ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാൻ പോയി ഞങ്ങൾ കേട്ടോ. പിന്നെ എസ്കലേറ്ററിക്കായിരുന്നോ? ഞങ്ങള് ലുലു ഫാഷൻ ഷോട്ട് പോകുന്ന വഴി ഇവിടെ വൻ ഓഫർ റമദാന്റെ ഉണ്ട്. അവിടെ നിന്ന് കയറാൻ ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ അതെ, നല്ല ഓഫേഴ്സ് ഉണ്ട്. എല്ലാരും പർച്ചേസ് ഓഫർ ചെയ്യാണ്ട്. ഇതിനൊക്കെ നല്ല ഡീലുണ്ട് ബെഡ്ഷീറ്റ്സിനൊക്കെ. അതെ, ബെഡ്ഷീറ്റിനോട് എന്റെ മനസ്സ് എപ്പോഴും പോയി. എവിടെ ചെന്നാലും എനിക്ക് എന്താ അറിയില്ല, ബെഡ്ഷീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞങ്ങൾ മെയിനായിട്ട് ബെഡ്ഷീറ്റ്സിന്റെ സെക്ഷനിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് പില്ലോ വാങ്ങണമായിരുന്നു. അപ്പോൾ അത് ആ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഹൈപ്പർ മാർക്കറ്റിന്റെ വെളിയായിട്ടുള്ളൊരു സെക്ഷൻ. എനിക്ക് തോന്നുന്നു റമദാൻ്റെ മാത്രമായിരിക്കും ഇല്ലയോ? സ്പെഷ്യൽ കൗണ്ടർ എന്തോ ഓഫേഴ്സ് ആണ്. ബാക്കിലുണ്ട്, ഗേറ്റ് ഒക്കെ ഉണ്ട് റമദാൻ്റെ. സോ ഞങ്ങൾ ആ സെക്ഷനിൽ നിന്ന് സാധനങ്ങളൊക്കെ നോക്കുവാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ എടുക്കുന്നു നോക്കാം. അതിന് മോളുടെ വെളിയിൽ വെയിറ്റ് ചെയ്യാം. ഓഫർ സോണിൽ ചുമ്മാ അതാ ഞങ്ങൾ സാധനം എടുത്തിട്ടുണ്ട്. അല്ല, അവർ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഓഫർ കഴിയും. ഇന്നിപ്പോൾ ഇന്ന് പെരുന്നാളായതുകൊണ്ട് നമുക്ക് ഓഫർ കിട്ടി. സോ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളങ്ങനെ ബില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതേണ്ട ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ട്രോളി വിത്ത് ഇസു താണ്ട് അജിൻ താണ്ട് ഉരുട്ടിക്കൊണ്ട് പോകുന്നു. ഒന്നും വാങ്ങിക്കാനില്ലെന്ന് പറഞ്ഞ് നമ്മൾ കയറിയതാണ് ഗൈസ് അല്ലേടി? പക്ഷേ നമ്മൾ എടുത്തു വന്നപ്പോ ഒരു ട്രോളി ഫുൾ നിറഞ്ഞിട്ടുണ്ട് അല്ലേ ഇസു? ഇസു ഹാപ്പിയാണ്. ഇസുവിന് പില്ലോ കിട്ടിയതാണ്. ഇസുവിന് നല്ല സൂപ്പർ പില്ലോ കിട്ടിയിട്ടുണ്ട്. നോക്കി ഇസു ഹാപ്പി ആയോ? ഇസു 2 എണ്ണം ഉണ്ട് ഇസുവിന്. ഇസു ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഷോപ്പിങ്ങും ബില്ലിങ്ങും എല്ലാം കഴിഞ്ഞ് ഇതാണ്ട് ഇനി പാർക്ക് ചെയ്തോട്ട് പോകാൻ വേണ്ടി പോവാം. എന്നിട്ടാണ് ഇനി ഫുഡൊക്കെ കഴിക്കാൻ. നമുക്ക് ഫുഡ് കഴിക്കേണ്ടതുകൊണ്ട് നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് പെട്ടെന്ന് തീർത്ത് ഇറങ്ങിയത്. ചെയ്തേനെ അതാ നമുക്ക് കുറെ നേരം നിൽക്കണമെന്നുണ്ടായിരുന്നു. കുറെ നല്ല ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. കിട്ടത്തില്ല, തിരിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ കുറെ ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വേഗം നിർത്തിയതാണ്. അതുകൊണ്ട് ഞങ്ങൾ ചേട്ടൻ പോവാണ് ഗൈസ്. ഈ കാർ പാർക്കിങ്ങിൻ്റെ അടുത്ത് പോകണം. ഇതെല്ലാം പറക്കി വെക്കണം. ദെൻ നമ്മുടെ വീട്ടിലോട്ട് പോകും. വേണ്ടേ ഇസുവിന് 2 എണ്ണം താണ്ടേ. ഇസു ഹാപ്പി ആയില്ലേ 2 എണ്ണം കിട്ടിയപ്പം? ഇതാണോ ഇഷ്ടപ്പെട്ടെ? ഇതാണോ? ഞങ്ങൾ വേണ്ട ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോയപ്പോൾ നമ്മുടെ ചാച്ചൻ്റെ ഫ്ലൈറ്റ് വേണ്ടേ പോകണം. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയും പോകുന്നു. കമോൺ ഗൈസ്, നമ്മൾ ചാച്ചൻ്റെ ഫ്ലൈറ്റും കണ്ടു അങ്ങനെയല്ലേ? കമോൺ ലെറ്റ്സ് ഗോ. ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി KFCയിലാണ് കയറിയത്. ആദ്യം ഞങ്ങൾ വരുന്ന വഴിക്ക് റെസ്റ്റോറൻറ്റിൽ കയറി. പക്ഷേ അവിടെ ഡൈനിങ് ഫുള്ളായിരുന്നു. ഒരു സീറ്റ് വേക്കൻ്റ് ആവണമെങ്കിൽ അറൗണ്ട് 45 മിനിറ്റ്സ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറിയതുണ്ട്. അജിൻ്റെ കയ്യിലുണ്ട് ഇസ് ബേബി. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തൊരു കോംബോ മീലായിരുന്നു. അപ്പോൾ അതിനകത്ത് ഫ്രൈസും ഡ്രിങ്ക്സും എല്ലാം വരുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും തന്നെ നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഫുഡ് കഴിച്ചു തുടങ്ങി. എനിക്ക് പേഴ്സണലി KFC ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പി ആയിട്ട് കഴിക്കുമായിരുന്നു അവിടെ ഇരുന്ന്. സോ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് ഇവിടുത്തെ ഫുൾ ടേബിളും കാലിയായി. നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ലാസ്റ്റ് കസ്റ്റമറാണെന്ന് തോന്നുന്നു നമ്മളിവിടുത്തെ. അങ്ങനെ ഞങ്ങൾ ആദ്യം കയറിയ കടയിൽ തിരക്ക് കാരണം ഞങ്ങൾ വീണ്ടും KFCയിൽ വന്നു. ഫുഡ് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. നന്നായിട്ട് കഴിച്ചു. ഇപ്പോൾ ഓക്കെ. പക്ഷേ ദാഹിക്കുന്നുണ്ട്. നീ പോകുന്ന വേണ്ടി കുറച്ച് വെള്ളം കുടിച്ചിട്ട് സ്ട്രൈറ്റ് ഹോം. അതാണ് അന്നത്തെ പരിപാടി. വേണ്ട എല്ലാവരും. നേരത്തെ പറഞ്ഞ കണക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ദാഹമായിരുന്നു. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദാഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു സോഡ ലൈമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ പോകുന്ന വഴി കുറേ കടകൾ നോക്കിയാണ് പോയത്. സോഡ ലൈമും കിട്ടിയില്ല, ഒരു ജ്യൂസും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കയ്യിലിരുന്ന കുപ്പിയിലെ വെള്ളം കുടിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തെന്ന് വേണം പറയാൻ. അപ്പം ഞങ്ങൾ വീടെത്തിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഏകദേശം വളരെ സ്പീഡിൽ തന്നെ എത്തിയല്ലോ. വലിയ ഡിലേ ഒന്നും ഇല്ലായിരുന്നു. അത്രയേ ഉള്ളൂ. എന്നാലും നമ്മൾ വലിയ വർത്താനൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സമയം അറിയാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ സേഫ്ലി റീച്ച്ഡ് ഹോം.
അപ്പോൾ ജാച്ചൻ സേഫായിട്ട് ഫ്ലൈറ്റൊക്കെ കയറിയിട്ടുണ്ട്. നാളെ ഇനി രാവിലെ വിളിക്കും. അന്നേരം ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഞങ്ങൾ തൽക്കാലം ഈ വ്ളോഗ് ഇവിടെ നമുക്ക് എനിക്ക് ഞാൻ അവളെയും കൂടെ വിളിക്കണം. അപ്പം നമുക്ക് എൻഡ് ചെയ്യാം. വെയിറ്റ്. പിരിയാണ്. ഞാൻ ഇനി ഉറങ്ങാൻ പോവുകയാണ്. നമുക്ക് അടുത്ത വ്ലോഗ് വീണ്ടും ഫൺ വ്ളോഗ് ആയിട്ട് വീണ്ടും കാണുന്നത്. ഞങ്ങൾ ശല്യം ചെയ്തോണ്ടിരിക്കും വ്ലോഗ്. അതെ വീണ്ടും പുതിയ വീഡിയോ കാണും എല്ലാവർക്കും. ബൈ ബൈ.